ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഫുൾ മെഷീൻ ലേണിംഗിന്റെ റോഡ് മാപ്പ് നമ്മൾ പറയുന്നതായിരിക്കും. ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന വീഡിയോ ആണിത്. നിങ്ങളൊരു മൂവി ഡയറക്ടർ ആണെങ്കിലും, നിങ്ങളൊരു വിഷ്വൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെങ്കിലും, ഇപ്പൊ എല്ലാവർക്കും AI വേണം. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും നമുക്ക് കുറെ അധികം AI മെഷീൻ ലേണിംഗിന്റെ യൂസസ് ഉണ്ട്. നിങ്ങൾ AIയുടെ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഈ പുതിയ തലമുറയിലേക്ക് നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റിക്കും എല്ലാത്തിനും നല്ലത്. ഇതൊരു ലാംഗ്വേജ് പോലെ, ഒരു ഇംഗ്ലീഷ് ഭാഷ പോലെ എല്ലാത്തിൻ്റെയും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആവും. യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആയി. അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് AI എഞ്ചിനീയറിംഗ്, കെമിക്കൽ ആൻഡ് AI എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പല കോഴ്സസും യൂറോപ്പിലുണ്ട്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയി ഇരുന്ന് വീട്ടിലിരുന്ന് പഠിച്ച് ഒരു ജൂനിയർ ലെവൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആക്കാൻ പറ്റുന്ന എല്ലാതും ഈ വീഡിയോയിലൂടെ ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പലർക്കും അറിയായിരിക്കും. ഈ പറയുന്ന ഞാൻ യൂറോപ്പിൽ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ യൂസ് കേസസ് പറയാം. എല്ലാ കൊല്ലം ജൂൺ ജൂലൈ മാസത്തിൽ മഴ കിട്ടുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് കേരളത്തിന്? അത് എല്ലാ കൊല്ലം ഒരു 10,000-2000 കൊല്ലങ്ങളായിട്ട് ആ മാസങ്ങളിൽ മഴ കിട്ടുമ്പോൾ അടുത്ത കൊല്ലവും ആ ടൈമിൽ റെയിൻ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് 2000 കൊല്ലത്തെ ഡാറ്റയാണ്, 2000 കൊല്ലത്തെ അറിവുകളാണ് അത് അടുത്ത കൊല്ലം പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഒരു പ്രിഡിക്റ്റീവ് അൽഗോരിതം അല്ലെങ്കിൽ പ്രിഡിക്റ്റീവ് മോഡൽ നോക്കി നമ്മൾ മെഷീൻ ലേണിംഗിൽ പറയാം. നിങ്ങളൊരു യൂട്യൂബ്, സ്പോട്ടിഫൈ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്ന റീല് അതിനോട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ അതുപോലെ സ്വഭാവമുള്ള ഒരു റീലായിരിക്കും. അൽഗോരിതം മനസ്സിലാക്കുകയാണ് യൂസറിന്റെ ഇൻട്രസ്റ്റ് ആൻഡ് എല്ലാം. അതിനൊരു റെക്കമെൻഡേഷൻ സിസ്റ്റം എന്ന് പറയാം. അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ ChatGPT എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന ഒരു AI ആണ്. അടുത്ത വാക്ക് അത് ജനറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറെ യൂസ് കേസസ് ഉണ്ട്. AI എന്താണെന്നും മെഷീൻ ലേണിംഗ് എന്താണെന്നും ഇൻഡെപ്ത് ആയിട്ട് വേറെ വീഡിയോസ് ചെയ്യാം. എന്തുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് AIയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഡോർ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആയിരിക്കണം. നിങ്ങൾക്ക് പല ടെക്നോളജി ഉണ്ടെങ്കിലും മെഷീൻ ലേണിംഗ് പഠിക്കാതെ നിങ്ങൾ ആ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ മിസ് ഔട്ട് ചെയ്യും. നാളെ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു അൽഗോരിതം, സിമ്പിൾ ആയിട്ടൊരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ടാസ്ക് ചിലപ്പോൾ ലീനിയർ റിഗ്രഷൻ വെച്ച് ചെയ്യാം. അതിന് പകരം നിങ്ങൾ വലിയ LLM, ഡീപ് ലേണിംഗ് മോഡൽസ് അത് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും കറക്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുകയില്ല. അതിന് വേണ്ട നമുക്കൊരു ഫണ്ടിങ്ങും എല്ലാതും നമുക്ക് നഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് മെഷീൻ ലേണിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും, ഏത് അൽഗോരിതം എവിടെ ഉപയോഗിക്കണമെന്ന്. നമ്മുടെ AIയുടെ പടം എടുക്കുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് ആണ് ഇവിടുത്തെ സെറ്റ്. നമ്മളൊരു ബിഗിനർ ആയിട്ട് വരാണ്. ബിഗിനർ ആയിട്ട് വരുമ്പോൾ കുറെ മീൻസുകൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചുറ്റും. അപ്പോൾ ഇതിൽ AI/ML എടുക്കുന്ന ഒരാൾ നേരെ AI/ML എന്താണെന്നാണ് പഠിക്കുന്നത്. അവർ പലപ്പോഴും പല ടെക്നോളജീസും പല ഇതിന്റെ ഫണ്ടമെന്റൽസ് മിസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇൻ റിയാലിറ്റി അവർക്കൊരു വലിയൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ മൂക്കുത്തി വീഴാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പോൾ ഈ വാക്കിൽ തന്നെ ഉണ്ട് മെഷീൻ ലേണിംഗ്. മെഷീനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇത് പട്ടിയാണോ പൂച്ചയാണോ അല്ലെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന സാധനം എന്താണെന്ന് നമ്മൾ മെഷീൻ പറയണം, നമ്മൾ കൊടുക്കുന്ന കോഡ് കൊണ്ട്. അപ്പോൾ ആദ്യം മെഷീനെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. ഇപ്പോൾ പൈത്തൺ ആണ് ഈ AI മോഡൽസിന്, AI കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ എംബഡഡ് സൈഡ് അല്ലെങ്കിൽ കുറേയും കൂടി ഫാസ്റ്റ് ആക്കണം. ഇതാവുമ്പോൾ C++ പോലത്തെ വേറെ ലാംഗ്വേജസ് വരും. പക്ഷെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ പൈത്തൺ ആണ് നമ്മൾ ആദ്യം പഠിക്കണം. നിങ്ങൾ പൈത്തൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പൈത്തൺ പഠിക്കണമെന്നില്ല. നിങ്ങളൊരു 70%, 60% പൈത്തൺ പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മെറ്റീരിയലും ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യം തന്നെ ബേസിക്സ് പഠിക്കുക. എന്താണ് സിൻടാക്സ്, എങ്ങനെയാണ് ആ ലാംഗ്വേജ് എഴുതണത് അത് പഠിക്കുക. പിന്നെന്താണ് ഡാറ്റ ടൈപ്സ് എന്ന്, അപ്പോൾ അത് ഇൻറ്റീജർ ആണോ ഒരു നമ്പർ ആണോ, അങ്ങനത്തെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഫങ്ഷൻസും മൊഡ്യൂൾസും എത്താം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡീബഗിങ്ങും എക്സെപ്ഷൻസും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ലൈബ്രറി ഉണ്ട്. ലൈബ്രറീനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലൈബ്രറീസ് ആൻഡ് ഫ്രെയിംവർക്കിനെ പറ്റി പറയാം. പിന്നെ കുറച്ചും കൂടി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, ഊപ്സ് എന്ന് പറയും. അതിൽ കുറച്ച് 4 പില്ലേഴ്സാണുള്ളത്: ക്ലാസസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ. അപ്പോൾ നിങ്ങളൊരു പൈത്തൺ ഡെവലപ്പറിൻ്റെ ലെവല് എത്തണം. ഒരു മെഷീൻ ലേണിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവൽ എത്തണം. പക്ഷേ ഇത് ബിഗിൻ ചെയ്യാനായിട്ട് ബേസിക് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ പൈത്തൺ പ്രോഗ്രാമിംഗ് മതി. ഒരു ഫംഗ്ഷൻ വരെ പഠിച്ചിട്ട് ഇതിൻ്റെ ലൈബ്രറിയും കൂടിയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിൻ്റെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല മെറ്റീരിയൽസ് ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യേണ്ട ഒരു ബ്രോക്കോഡ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അതിലൊരു 4 മണിക്കൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എത്തും. ഫംഗ്ഷൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു കാഗിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. കാഗിളിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാഗിൾ മെഷീൻ ലേണിംഗിൻ്റെ വലിയൊരു കോൺട്രിബ്യൂട്ടറാണ്. നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല ലെസൺസ് ഉണ്ട് പൈത്തൻ്റെ. അപ്പോൾ പൈത്തൺ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് ഫ്രീ ആണ്, എൻ്റെ കയ്യിൽ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ അവർ കറക്റ്റ് മെഷീൻ ലേണിംഗ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൈത്തൺ ഡെവലപ്പറിൻ്റെ
പോലെയല്ല കരിക്കുലം. അപ്പോൾ അതിൽ മെഷീൻ ലേണിങ്ങിന് ഫോക്കസ്ഡ് ആണ് പൈത്തൻ്റെ ഇത്. നിങ്ങൾ പൈത്തൺ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം പഠിക്കാം. നിങ്ങൾക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ആണ് ഇവർ ചോദിക്കുന്നത്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നല്ലൊരു കോഡ് എഴുതാൻ പറ്റും, എങ്ങനെ വലിയ ഡാറ്റകളൊക്കെയും സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് നല്ലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ DSA നിങ്ങൾ തുടങ്ങണം. ഡാറ്റ സ്ട്രക്ചേഴ്സ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടൈമും പോവും. ഇത് ഭയങ്കര ടൈം എടുത്ത് ലേൺ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ പൈത്തൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നു, അത് പഠിച്ചു തുടങ്ങുന്നു. പിന്നെ മാത്തമാറ്റിക്സും. അപ്പോൾ മാത്തമാറ്റിക്സ് കുറച്ചുണ്ട്. മാത്തമാറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മീമാണ്. അപ്പോൾ മാത്സ് ആണ് മെഷീൻ ലേണിംഗ് എന്നാണ് ഈ പുള്ളി പറയണത്. അതൊരു കണക്കിന് ശരിയാണ്. ഈ മാത്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടുത്തെ പൈത്തൺ. അങ്ങനെ ചെയ്യുമ്പോൾ മെഷീൻ ലേണിംഗ് ആയി മാറുന്നു. അപ്പോൾ ബേസിക്കലി മാത്സിന് നല്ല ഫൗണ്ടേഷൻ വേണം. പക്ഷേ ഇപ്പോൾ പല ലൈബ്രറീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ടൊരു നോളേജ് ചില ഏരിയകളിൽ വേണ്ട. ഇപ്പോൾ ബിസിനസ് മോഡൽ കമ്പനീസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഇൻഡെപ്ത് നോളേജ് ഇല്ലാണ്ട് മെഷീൻ ലേണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു റിസർച്ച് ലെവലിലൊക്കെ ആ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി വേണം. അപ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 ലെവൽ മാത്തമാറ്റിക്സ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിൽ ലീനിയർ ആൾജിബ്ര ആണ് ആദ്യത്തെ. ഇതിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് ഞാൻ അറ്റാച്ച് ചെയ്യാൻ നോക്കാം, ഇതിൻ്റെ ഇമേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഐഗൻ വാല്യൂസ് എന്തൊക്കെയാണ് ലീനിയർ ആൾജിബ്രയിൽ കവർ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കാൽക്കുലസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേറ്റീവ്സും ചെയിൻ റൂളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഞാൻ പറയുകയാണെങ്കിൽ ഈ തിയറംസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇത് ഈ ഡാറ്റയുടെ സൈഡ് വരുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കോൺസെപ്റ്റ് നന്നായി അറിയണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ ടോപ്പിക്സ് നമ്മൾ എന്തായാലും കവർ ചെയ്യണം. പിന്നെ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് ജനറൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റയിൽ തന്നെ വരുമ്പോൾ ഇതൊക്കെ ഡാറ്റ റിലേറ്റഡ് വരുമ്പോഴാണ് മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെയും ഇൻഡെപ്ത് ആയിട്ട് അറിവ് വേണ്ടത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ 4 പില്ലർ പറഞ്ഞു: ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത് +2 മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു ലെവൽ മതി. പിന്നെ ബിടെക്കിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രോബബിലിറ്റി ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഖാൻ അക്കാഡമി. ഇത് ഫ്രീ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കിട്ടും. അപ്പോൾ നിങ്ങൾ ഖാൻ അക്കാഡമിയിൽ പോയിട്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ ആൾജിബ്ര എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ ആൾജിബ്രയുടെ വീഡിയോസ് നല്ല എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്ര ഒക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ലിങ്ക് ചെയ്ത പോലെ തന്നെ വെക്ടേഴ്സ് ആൻഡ് സ്പേസസ് അങ്ങനെ എടുക്കുമ്പോൾ പുള്ളിയുടെ വീഡിയോസും കാര്യങ്ങളായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി വിഷ്വലായിട്ട് കാണണമെങ്കിൽ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് 3 Blue 1 Brown എന്ന് പറയുന്നത്. ഭയങ്കര ഫേമസ് ആണ്. അവർക്ക് കുറച്ചും കൂടി ഈ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഒക്കെ വിഷ്വലൈസേഷൻ വീഡിയോസ്, പൈൻ്റെ വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം, അങ്ങനെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചാനലാണ്. ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സിൽ കുറച്ചൊരു ഐഡിയ വന്നു. ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ മാത്തമാറ്റിക്സ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ ബ്രീഫായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ വേണ്ടതാണ് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിംവർക്ക്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സൽ ഫയൽ ഉണ്ട്. ആ എക്സൽ ഫയലിൻ്റെ ഒരു കോളം മൊത്തം പേരുകളാണ് കിടക്കുന്നത്. അത് ശരിക്കും ഒരു ഇൻറ്റീജർ ആക്കി മാറ്റണം. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആക്കി മാറ്റണം. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് പാണ്ടാസ്, നംപൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈത്തൻ്റെ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് പഠിക്കണം. അപ്പോൾ അത് പഠിക്കാനായിട്ട് കാഗിളിൽ പാണ്ടാസിൻ്റെ ഉണ്ട്. പിന്നെ ഉള്ളത് നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിയുകയാണെങ്കിൽ പാണ്ടാസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ആളുടെ യൂട്യൂബ് വീഡിയോ വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇവർ പാണ്ടാസ് പറയേണ്ടത് ഇത് ബിഗിനർ ലെവലിലാണ്. ഇത് ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പാണ്ടാസ് പഠിക്കാം. ന്യൂമറിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ലൈബ്രറിയാണ് നംപൈ. അപ്പോൾ നംപൈയുടെ കുറച്ച് ഇതുകളുണ്ട്. ആളുടെ തന്നെയാണ്. ഇപ്പോൾ freecodecamp.org ഉണ്ട് ആളുടെ ഒരു വീഡിയോ. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു, മാത്തമാറ്റിക്സ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ബേസിക് ആയിട്ട് തുടങ്ങാം. ഇതിനേക്കാളും മുമ്പ് ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂവിൻ്റെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ജോബിൽ എന്താണ് ഇമ്പോർട്ട് ട്രാൻസ്ഫോമർ? അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമറിൻ്റെ ആർക്കിടെക്ചറാണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയിൽ ഉള്ള ട്രാൻസ്ഫോമറാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ളതല്ല. അപ്പോൾ ട്രാൻസ്ഫോമർ ഒരു ഇത്തിരി വേണ്ടി ഹയർ അൽഗോരിതമാണ്, ഡീപ്പ് ലേണിംഗ് സൈഡിലൊക്കെ വരേണ്ടതാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഇത് മൊത്തം വരച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ലൈബ്രറീനെ നമുക്ക് പൈത്തണിൽ ഇമ്പോർട്ട് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റിസർച്ച് ഫീൽഡിലാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് അറിയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഫീൽഡാണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി മെഷീൻ ലേണിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷനിലാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു, മാത്തമാറ്റിക്സ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഉള്ളതാണ് ഡാറ്റ ബേസിക്സ്. അത് ഡാറ്റ ബേസിക്സ് നമ്മൾ പറഞ്ഞാണോ, എന്നാലും നമുക്ക് പറയാം. ഡാറ്റേനെ പറ്റിയിട്ടുള്ള കുറച്ചൊരു അറിവ് വേണം. ഡാറ്റ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒന്നുമില്ല, ഒരു എക്സൽ ഫയലിനെയാണ് നിങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്നത്. അതിലൊരു കോളം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റോ എന്ന് പറയുന്നുണ്ട്, അതിലൊരു എൻട്രി ഉണ്ടെങ്കിൽ അതിനൊരു ഡാറ്റ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ആയ നംപൈയും പാണ്ടാസും നമ്മൾ പഠിച്ചു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫൗണ്ടേഷൻ്റെ ഭാഗം കഴിഞ്ഞു. എപ്പോഴും ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വേണം മെഷീൻ ലേണിങ്ങിൻ്റെ കോർ കോൺസെപ്റ്റിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും മെഷീൻ ലേണിംഗ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു MLs പറയാണ്. അപ്പോൾ MLൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് മെഷീൻ ലേണിംഗ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കോമൺ ടെർമിനോളജീസ്, ഈ വാക്കുകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സ്, ലേബിൾസ്, മോഡൽസ് എക്സെട്ര അങ്ങനെ കുറച്ചുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു കോളം, അതിനെയാണ് ബേസിക്കലി ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈസ് കൂടേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അതിൽ പ്രൈസ് എന്ന് പറഞ്ഞതായിരിക്കും അതിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഒരു ഫീച്ചേഴ്സിൻ്റെ ഉദാഹരണം. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് അൽഗോരിതം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ലീനിയർ റിഗ്രഷൻ, ഞാൻ പറഞ്ഞല്ലോ ലീനിയർ റിഗ്രഷൻ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ഉണ്ട്. ഇപ്പോൾ ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് ക്ലാസിഫിക്കേഷൻ സൈഡിൽ വരും. ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു കോളം നിങ്ങൾ വിചാരിക്കുക, വൈ എന്ന് പറഞ്ഞൊരു കോളം വിചാരിക്കുക. അപ്പോൾ എക്സ് അനുസരിച്ചിട്ട് വൈ മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരെയാണ് ഈ എക്സും വൈകളും തമ്മിൽ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ. അതാണ് ഒരു ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു K-മീൻസ് അൽഗോരിതം വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർവൈസ്ഡ് പറഞ്ഞു, അൺസൂപ്പർവൈസ്ഡ് പറഞ്ഞു. ഇനിയുള്ളത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അത് നമുക്ക് മെഷീൻ ലേണിംഗിൽ വരേണ്ടതല്ല, എന്നാൽ അഡ്വാൻസ്ഡ് ടോപ്പിക്കിൽ വരേണ്ടതാണ്. ഡീപ്പ് ലേണിങ്ങും റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങും ജനറേറ്റീവ് AI ഒക്കെ. അത് കഴിഞ്ഞിട്ട് ലൈബ്രറീസ് ഉണ്ട് മെഷീൻ ലേണിങ്ങിൻ്റെ ഉള്ളിൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പഠിക്കേണ്ടത് സൈക്കിറ്റ് ലേൺ ആണ് ശരിക്കും പഠിക്കേണ്ടത്. സൈക്കിറ്റ് ലേൺ ഇപ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ സൈക്കിറ്റ് ലേൺ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പൈടോർച്ചും ടെൻസർഫ്ലോയ്ക്കും ഡീപ്പ് ലേണിങ്ങിൽ വരുന്ന ഒരു ലൈബ്രറീസ് ആണ്. പക്ഷേ ഇതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് കോൺസെപ്റ്റിൽ ഞാൻ ഡീപ്പ് ലേണിങ്ങിൻ്റെയും NLPയുടെയും കമ്പ്യൂട്ടർ വിഷൻ്റെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പം മെഷീൻ ലേണിങ്ങിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വരില്ല, ഡീപ്പ് ലേണിങ്ങിലാണ്. അത് ഇതിൻ്റെ സൂപ്പർ സെറ്റ് ആണ്. അപ്പം മെഷീൻ ലേണിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഇത് മെഷീൻ ലേണിംഗ് ഇതൊരു മിഡിൽ തുടക്കത്തിലത്തെ സ്റ്റെപ്പാണ് ഇത് ശരിക്കും. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത് അവിടെ ഇരുന്ന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നല്ലത്. അപ്പോൾ ഡാറ്റ നിങ്ങളുടെ കയ്യിൽ കുറേ എക്സൽ ഫയലുകളുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളത് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറേ കോളത്തിൽ കുറച്ച് മിസ്സിങ് ആയിട്ട് കുറേ റോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അത് നിങ്ങൾ റിമൂവ് ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെ മുമ്പത്തേൻ്റെയും താഴത്തേൻ്റെയും റോന്ന് ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ മീഡിയൻ അവിടെ നിങ്ങൾ എഴുതും. അപ്പോൾ അതൊക്കെയാണ് ഈ ഡാറ്റ ക്ലീനിങ്, EDA എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇതിൽ ഡാറ്റനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യാനായിട്ട് അതിലുള്ള പൈത്തണിലുള്ള ലൈബ്രറീസാണ് സീബോണും മാറ്റ്പ്ലോട്ട്ലിബും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മാറ്റ്പ്ലോട്ട്ലിബും സീബോണിൻ്റെ യൂട്യൂബിൽ ഉള്ള പഠിക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു ലൈബ്രറിയാണ്. നമുക്കത് പ്ലോട്ട് ചെയ്യാനായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ലൈബ്രറീസാണ്. അപ്പോൾ അതിൽ നമുക്ക് പല ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഹിസ്റ്റോഗ്രാംസ് ഉണ്ട്, ബാർ ഗ്രാഫുകളുണ്ട്. അപ്പോൾ എക്സലിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ മാത്തമാറ്റിക്സ് വേണ്ടത്. പ്രോബബിലിറ്റിയും അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഉള്ള ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബേസിക്കലി ഡാറ്റ വിഷ്വലൈസേഷൻ പഠിച്ചു. ഇതായിരുന്നു ലൈക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഇതായിരിക്കും ആദ്യം ചെയ്യുക. ആദ്യം ഡാറ്റ ക്ലീനിങ്, ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഭാഗമായിരിക്കും ആദ്യം ചെയ്യുക. നിങ്ങളപ്പോൾ ഒരു കോഴ്സിൽ പഠിക്കും. കോഴ്സസ് നമുക്ക് പറയാം, ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ കോഴ്സസിനെ പറ്റി പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞതിനോട് സാമ്യമുള്ളത് തന്നെയാണ് EDA എന്ന് പറഞ്ഞ ഭാഗം. ഇത് രണ്ടും ഒരുമിച്ചാണ് വരിക. ആദ്യം ഡാറ്റ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
ഡാറ്റേനെ പറ്റി പഠിച്ചു. ഓക്കെ, ഡാറ്റ ഇങ്ങനെയാണ് വരുന്നത്, ഇത്ര മിസ്സിങ് ഡാറ്റ ഉണ്ടെന്ന് മനസ്സിലായി. കുറേ റോയിലൊന്നും ഡാറ്റ ഇല്ല, കുറേയൊക്കെ ഇൻറ്റിജറാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്സ് മാറി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡാറ്റ ക്ലീൻ ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാം. അങ്ങനെ ഒരു വാല്യൂ, ഒരു പേര് തന്നെ 4-5 വട്ടം വന്നിരിക്കുന്നു, ശരിക്കും ഒരു വട്ടമാണ് വരേണ്ടത്. എല്ലാ കേസസിലല്ല, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെയാണ് ഫീച്ചർ എഞ്ചിനീയറിങ്ങും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും. അപ്പോൾ അതൊക്കെയാണ് EDA. അപ്പോൾ ബേസിക്കലി മെഷീൻ ലേണിങ്ങിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെഷീൻ ലേണിംഗ് കോർ കോൺസെപ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് മെഷീൻ ലേണിങ്ങിൻ്റെ ഇത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ബേസിക്സ് പഠിക്കാനുള്ളത്. അപ്പോൾ മെഷീൻ ലേണിംഗ് പഠിക്കാനുള്ള ഏറ്റവും അടിപൊളി കോഴ്സ് എന്ന് പറയുന്നത് ആൻഡ്രൂ എൻജിയുടെ കോഴ്സറയിലുള്ള കോഴ്സാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് 150 വേർഡ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എയ്ഡ് കിട്ടേണ്ടതെന്ന്. അപ്പോൾ ഫൈനാൻഷ്യലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. ഫ്രീ അല്ല, പണ്ട് ഫ്രീ ആയിരുന്നു. നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാശിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ കുറേ കോഴ്സസ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 കോഴ്സസ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്, അഡ്വാൻസ്ഡ് ലേണിംഗ് അൽഗോരിതം ഉണ്ട്. ഇതിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാതും കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ടെൻസർ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി നല്ലൊരു കോഴ്സാണ്. പിന്നെ കാഗിളിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 കോഴ്സസ് ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് മെഷീൻ ലേണിംഗ് ഉണ്ട്, പാണ്ടാസ് ഉണ്ട്, ഇൻട്രോ ടു മെഷീൻ ലേണിംഗ് ഉണ്ട്, പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ്റെ ഉണ്ട്, ഫീച്ചർ എഞ്ചിനീയറിങ്ങിനുണ്ട്, പിന്നെ SQL ഉണ്ട്. SQL ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ SQL കൂടിയും പഠിക്കണം. SQL ഭയങ്കര ഈസിയാണ്, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനേക്കാൾ ഈസിയാണ്. അത് കാരണം അധികം എഫേർട്ട് എടുക്കേണ്ടി വരില്ല. ഇൻട്രോ ടു ഡീപ്പ് ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ടൈം സീരീസ് അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആയിരിക്കില്ല. ML കഴിഞ്ഞിട്ട് അത് പഠിച്ചാൽ മതി. അപ്പോൾ ബേസിക്കലി ഞാൻ ഒന്നുകൂടി പറയാം. ഫൗണ്ടേഷൻസ് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും മാത്സും കുറച്ച് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡാറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ സൈഡിലേക്ക് പോവുക, ഡാറ്റ വിഷ്വലൈസേഷൻ പഠിക്കുക, പിന്നെ EDA പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കോർ കോൺസെപ്റ്റിലേക്ക് പോവുക. അപ്പോൾ അവിടെയാണ് ഡിഫറെൻറ്റ് അൽഗോരിതംസിനെ പറ്റി പഠിക്കണേ മെഷീൻ ലേണിങ്ങിൻ്റെ. അപ്പോൾ അതാണ് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റിഗ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൽ കുറച്ച് ടിപ്സാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കാഗിളാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൈസ് മണി അടിക്കാൻ പറ്റും. കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു +2 സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൺസെപ്റ്റൊക്കെ റിയൽ വേൾഡായിട്ട് ചെയ്യണമെങ്കിൽ കാഗിൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനൽസൊക്കെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ആൻഡ്രൂ എൻജിനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറഞ്ഞ ഇതാണ് ടുവേർഡ്സ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പിന്നെ ഇതിന് കുറച്ച് ടൈം എടുക്കും. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെയല്ല, നമ്മൾ ഇച്ചിരി പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അൽഗോരിതംസ് പഠിക്കണം, കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങളിത് ഷോക്കേസ് ചെയ്യണം. ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ലിങ്ക്ഡിനിലാണ് ഞാൻ ജോലി അപ്ലൈ ചെയ്യാറ്. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് GitHub ഉണ്ട്. GitHub ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. കോഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ റെസ്യൂമേൽ ഇതിൻ്റെ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും നിങ്ങളുടെ കോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയൊക്കെ ഉള്ള കാരണം ഇങ്ങനത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ്, അതിൽ ഗൂഗിൾ ക്ലൗഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. AWS അല്ലെങ്കിൽ Azure നിങ്ങൾ പഠിക്കണം, അത് ലാസ്റ്റ് പഠിച്ചാൽ മതി. പിന്നെ ഒരു ഫ്ലാസ്കും ഫാസ്റ്റ് API എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആപ്പ് പോലെ നിങ്ങൾക്ക് ML മോഡൽസിന് ചെയ്യണമെങ്കിൽ നമുക്ക് പൈത്തൻ്റെ ഉള്ളിലുള്ളതാണ് ഫ്ലാസ്ക്, ജാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ബേസിക്കലി നിങ്ങൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവാനുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തു. ഇനി മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ട് കുറച്ചും കൂടി വീഡിയോസ് ഇൻഡെപ്ത് ആയിട്ട് വരും. കുറച്ചും കൂടി അൽഗോരിതം, നമുക്ക് കുറച്ചും കൂടി എന്തൊക്കെ അൽഗോരിതംസ് ഇന്ന സെക്ഷനിൽ ഇപ്പോൾ റിഗ്രഷനിൽ പഠിക്കണം. അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഇൻഡെപ്ത് ആയിട്ട് ക്ലൗഡ് ടെക്നോളജി, എങ്ങനെയാണ് കാഗിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, അങ്ങനെ കുറച്ചും കൂടി വീഡിയോസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പറയും.